ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് തയ്യാറാക്കി നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ചൂടായ പാനിലേക്ക് 7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പം അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് എറിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 18 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഉള്ളി കളർ മാറി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി വെന്തുടയുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റിക്കൊണ്ടിരിക്കാം. സവാളയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയൊക്കെ വെന്ത് വരുന്നത് വരെ, അതായത് പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ നാരങ്ങാ നീരാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം. മസാല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കിലോ 200 ഗ്രാം ചിക്കനാണ്. ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഒരു 5 മിനിറ്റ് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അടുക്കി പിടിക്കും. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തെ ബാക്കിയുള്ള ഗ്രേവി കൂടി പറ്റിച്ചെടുക്കണം. ഡ്രൈ ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഗ്രേവി പറ്റിച്ചെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. എന്നിട്ട് 1 മിനിറ്റോളം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കറിവേപ്പിലയാണ്. കൂടെ തന്നെ 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് ഒരു 1-2 മിനിറ്റ് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ റോസ്റ്റ് സെർവ് ചെയ്യാം. ഇന്ന് ഞാൻ തയ്യാറാക്കിയ ചിക്കൻ റോസ്റ്റ് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മേലെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. വീണ്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.